ക്രൈം സീൻ ഇന്ന് ആദ്യം പരിശോധിക്കുന്നത് ആലപ്പുഴ ചേർത്തലയിൽ നിന്നുള്ള വാർത്തയിലേക്കാണ്. കൊന്നു കുഴിച്ചുമൂടിയ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. അമ്മയുടെ ആൺ സുഹൃത്ത് രതീഷിന്റെ വീട്ടിലെ ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. അമ്മ ആശയും രതീഷും ചേർന്നാണ് കൊലപാതകം നടത്തിയത്. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നെന്ന ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിച്ചു. വീട്ടുവളപ്പിലായിരുന്നു ആദ്യം മൃതദേഹം കുഴച്ചിട്ടത്. പിന്നീട് ശുചിമുറിയിലേക്ക് മാറ്റി. മൃതദേഹം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനിരിക്കെയാണ് പോലീസിന്റെ പിടിയിലായത്. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം, കൊന്നുകുഴിച്ചുമൂടിയ നവജാത ശിശുവിന്റെ മൃതദേഹം അങ്ങനെ കണ്ടെത്തിയിരിക്കുന്നു. അത് അമ്മയും ആൺ സുഹൃത്തും ചേർന്ന് ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി ഈ മൃതദേഹം. എന്താണ് പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ? ഇക്കഴിഞ്ഞ 26-ാം തീയതിയാണ് ആലപ്പുഴ ചേർത്തലയിലെ KVM ആശുപത്രിയിൽ പള്ളിപ്പുറം സ്വദേശിയായിട്ടുള്ള ആശ പ്രസവിക്കുന്നത്. ഈ വിവരമറിഞ്ഞ ഈ പ്രദേശത്തെ ആശാ വർക്കർ ആശയുടെ വീട്ടിലേക്ക് എത്തുന്നു, കുട്ടിയുടെ വിവരങ്ങൾ അന്വേഷിക്കുവാൻ. അപ്പോൾ കുട്ടി വീട്ടിലില്ല. തുടർന്നാണ് പോലീസിനെ വിവരമറിയിക്കുന്നത്. അവിടുത്തെ വാർഡ് മെമ്പർ മുഖേന പോലീസിനെ വിവരമറിയിക്കുന്നു. പോലീസ് സംഭവ സ്ഥലത്തെത്തി ആശയോട് ചോദിക്കുമ്പോൾ അവിടെ തൃപ്പുണിത്തുറയിലുള്ള ഒരു വീട്ടിൽ വളർത്തുവാൻ വേണ്ടി കൊടുത്തു. തങ്ങൾക്ക് വളർത്താനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, 2 മക്കൾ വേറെയുണ്ട് എന്നടക്കം മൊഴി നൽകുന്നു. പക്ഷേ പോലീസ് അക്കാര്യം അന്വേഷിക്കുമ്പോഴേക്കും അത് കള്ളമാണെന്ന് തെളിയുന്നു. തുടർന്നാണ് ആശയെയും ആശയുടെ ആൺ സുഹൃത്തായിട്ടുള്ള രതീഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നത്. ഈ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലാണ് ഈ പ്രസവശേഷം കുട്ടിയെ രതീഷിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. രതീഷ് ഈ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും രതീഷിൻ്റെ വീട്ടിലെത്തി കുഴിച്ചു മൂടുകയും ചെയ്തു എന്നുള്ളൊരു വിവരം അറിയുന്നത്. തുടർന്നാണ് പോലീസ് വിരലടയാതെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഈ വീട്ടിലെത്തി പരിശോധന നടത്തുന്നത്. ഫോറൻസിക് സംഘം ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ അല്പസമയം മുമ്പ്, അതായത് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് അല്പസമയം മുമ്പ് ഈ വീട്ടുവളപ്പിൽ നിന്ന് ഈ നവജാത ശിശുവിൻ്റെ മൃതദേഹം രതീഷ് തോണ്ടിയെടുക്കുകയും അവരുടെ ശുചിമുറിക്കുള്ളിൽ ഒളിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ മാതാവിനെതിരെയും ആൺ സുഹൃത്തിനെതിരെയും പോലീസ് കൊലപാതക കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത നടപടികൾ നടക്കുന്നു. നാളെ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടക്കും എന്നുള്ളതാണ്. ഭർത്താവിനടക്കം ഇതിൽ ഏതെങ്കിലും രീതിയിൽ പങ്കുണ്ടോ എന്നതും അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കൊടും ക്രൂരതയുടെ ഒരു മുഖംമൂടിയാണ് ഇവിടെ അഴിഞ്ഞു വീണത്. ആലപ്പുഴ ചേർത്തലയിലാണ് കൊന്നുകുഴിച്ചുമൂടിയ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അത് അമ്മയുടെ ആൺ സുഹൃത്ത് രതീഷിന്റെ വീട്ടിലെ ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ആ കുഞ്ഞുദേഹം ഉണ്ടായിരുന്നത്. അമ്മ ആശയും രതീഷും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നെന്നാണ് ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നത്. റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകിയത്.